രാജ്യമുറ്റുനോക്കിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൊയ്ത് ബിജെപി. യുപിയും ഉത്തരാഖണ്ഡും ബിജെപി നേടി. പഞ്ചാബിൽ കോൺഗ്രസ് മുന്നേറിയപ്പോൾ ഗോവയിലും മണിപ്പൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോൺഗ്രസും ബിജെപിയും നടത്തിയത്. 5 സംസ്ഥാനങ്ങളിലും നിഴലിച്ചത് ഭരണവിരുദ്ധ വികാരം. 300-ലധികം സീറ്റുകൾ നേടിയാണ് യുപിയിൽ 14 വർഷത്തിനു ശേഷം ബിജെപി ഭരണം പിടിച്ചത്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും വ്യക്തമായ ഭൂരിപക്ഷം ബിജെപി നേടി. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ ബിജെപി സഖ്യത്തെയും ആം ആദ്മി നടത്തിയ അപ്രതീക്ഷിത നീക്കത്തെയും മറികടന്ന് കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലെത്തി. പ്രതിപക്ഷ സ്ഥാനത്ത് ആം ആദ്മിയാണ്. മണിപ്പൂരിലും ഗോവയിലും ആർക്കും ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള സീറ്റ് ലഭിച്ചില്ല. നിലവിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ നേരിയ സീറ്റിന്റെ കുറവിൽ ബിജെപി രണ്ടാമത്തെ കക്ഷിയായി. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച മണിപ്പൂരിന്റെ ഉരുക്ക് വനിതയെന്നറിയപ്പെടുന്ന ഇറോം ശർമിളയ്ക്ക് 100 വോട്ട് പോലും ജനം നൽകിയില്ല. ഗോവയിൽ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ തന്നെ പരാജയം ഏറ്റുവാങ്ങി ബിജെപി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഗോവയിലും കോൺഗ്രസിനാണ് മുൻതൂക്കം. തെരഞ്ഞെടുപ്പ് സമയത്ത് ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ച ആം ആദ്മിക്ക് ഗോവയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം നിലനിർത്തി 4-3 ഭൂരിപക്ഷത്തിനാണ് നിയമസഭയിൽ ബിജെപി എത്തുന്നത്. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യവും മായാവതിയുടെ ബിഎസ്പിയും സീറ്റുകളുടെ എണ്ണത്തിൽ 3 അക്കം പോലും കടന്നില്ല. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നുവെന്ന് കാണിച്ച് മായാവതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും കമ്മീഷൻ പ്രതികരിച്ചു. എന്താണ് വേണ്ടതെന്ന് ഉത്തർപ്രദേശ് ജനതയ്ക്ക് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ കുറ്റപ്പെടുത്തൽ. പഞ്ചാബ് ഒഴികെ മറ്റ് 4 സംസ്ഥാനങ്ങളിലും ബിജെപി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് അധ്യക്ഷൻ അമിത്ഷാ ദില്ലിയിൽ അറിയിച്ചു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത മണിപ്പൂരിലും ഗോവയിലുമടക്കം ബിജെപി സർക്കാർ വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിയമസഭയിലെത്തിയ സ്വതന്ത്രരെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ ഈ 2 സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് ഭരണത്തിലെത്താനാകൂ. വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ ബിജെപി ഇന്ന് ദേശീയ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. വൈകുന്നേരം 6 മണിക്ക് ദില്ലിയിൽ പാർട്ടി ആസ്ഥാനത്താണ് യോഗം. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെ കൂടാതെ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ബിജെപി അന്തിമ തീരുമാനം കൈക്കൊള്ളും. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചാബ് ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ പാർട്ടി നേടിയ വിജയം യോഗത്തിൽ ചർച്ചയാകും. 4 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കലാണ് പ്രധാന അജണ്ട. ഉത്തർപ്രദേശിൽ സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും യുപിയിൽ മുമ്പ് മുഖ്യമന്ത്രിയുമായിരുന്ന രാജ്നാഥ് സിംഗിന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. പക്ഷേ ദില്ലി വിടണമോ എന്ന കാര്യത്തിൽ രാജ്നാഥ് തീരുമാനമെടുക്കണം. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി സന്തോഷ് ഗാഗ്വാർ, വിവാദസ്വാമി യോഗി ആദിത്യാനന്ദ തുടങ്ങിയവരും ലിസ്റ്റിലുണ്ട്. ഉത്തരാഖണ്ഡിലാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സീറ്റ് മോഹികളേറെ. മുമ്പ് ബിജെപിയുടെ മുഖ്യമന്ത്രിയായിരുന്ന BC ഖണ്ഡൂരി, രമേശ് പൊക്രിയാൻ, ആദ്യ സംസ്ഥാന അധ്യക്ഷനും RSS നേതാവുമായ ഭഗത് സിംഗ് കോശാരി, നിലവിലെ പ്രതിപക്ഷ നേതാവ് അജയ് ഭട്ട് തുടങ്ങിയവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണും നട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മണിപ്പൂരിലും ഗോവയിലും ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല. 2 സംസ്ഥാനങ്ങളിലും നേരിയ സീറ്റുകളുടെ കുറവിൽ കോൺഗ്രസിന് തൊട്ടു പിന്നിലാണ് ബിജെപി. പക്ഷേ 2 സംസ്ഥാനങ്ങളിലും സ്വതന്ത്രരെയും മറ്റു ചെറുകക്ഷികളെയും ഒപ്പം നിർത്തി സർക്കാർ രൂപീകരിക്കാനാണ് ബിജെപി നീക്കം. മുഖ്യമന്ത്രിമാരെ ബിജെപി തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അധ്യക്ഷൻ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഗോവയിൽ RSS പിന്തുണയോടെയുള്ള ചെറുകക്ഷികളുടെ സഖ്യത്തിന് 8ഓളം സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവരെ ഒപ്പം കൂട്ടാമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ച് നാളെ ഹോളി ആഘോഷത്തിലേക്ക് പോകാനാണ് ബിജെപി തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. വികസന മുരടിപ്പും അഴിമതിയും ഉത്തർപ്രദേശിൽ സമാജ്വാദി സഖ്യത്തിന് തിരിച്ചടിയായി. ലഹരി മാഫിയ നിയന്ത്രണത്തിലെ അകാലിദൾ സർക്കാരിനോടുള്ള അമർഷമായിരുന്നു പഞ്ചാബിലെ ജനവിധി. 15 വർഷത്തെ കോൺഗ്രസ് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ ബിജെപിക്ക് അവസരം നൽകി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വിധിയെടുത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ നേർപകർപ്പ് കൂടിയാവുകയാണ്. 15 വർഷത്തിനു ശേഷം ഉത്തർപ്രദേശിൽ ബിജെപി അധികാരവാതിൽ തുറക്കുന്നതിന് നെടുന്തൂണായത് സമാജ്വാദി പാർട്ടിയോടുള്ള ഭരണവിരുദ്ധ വികാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അറവുശാലകൾ അടച്ചുപൂട്ടൽ, മുത്തലാഖ് വിഷയം എന്നിവയ്ക്കൊപ്പം 7ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് വികസനവും അഴിമതിയുമായിരുന്നു. വർദ്ധിച്ച ക്രിമിനൽ മേൽക്കോയ്മ, കാർഷിക മേഖലയുടെ തളർച്ച, ആവശ്യത്തിന് അധ്യാപകർ പോലുമില്ലാത്ത വിദ്യാലയങ്ങൾ എന്നിവ അഖിലേഷ് യാദവ് സർക്കാരിന് തിരിച്ചടിയായി.
കാർഷിക വായ്പകൾ എഴുതിത്തള്ളും, ഭവനരഹിതർക്ക് വായ്പ, എല്ലാ വീട്ടിലും ശൗചാലയം, വൈദ്യുതി, LPG എന്നീ BJP വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വഴിവെച്ചു. ലഹരിക്കടിമയായ സംസ്ഥാനം, ലഹരി ഉടമകളായ അധികാരികളെന്ന പ്രകാശ് സിംഗ് ബാദൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം പഞ്ചാബികളുടെ തന്നെയെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതിയും അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിൽ BJPക്ക് ലഭിച്ച 54 സീറ്റുകൾ അടിക്കടിയുള്ള നേതാക്കളുടെ കൂറുമാറ്റത്തോടും ഹരീഷ് റാവത്ത് സർക്കാരിനുമെതിരെയുള്ള എതിർപ്പിന്റെ പ്രതികരണമായി. വോട്ടിംഗ് ശതമാനം നിലനിർത്താനായപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി ഗോവൻ വിധിയെഴുത്തിൽ BJPക്ക് തിരിച്ചടിയായി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് അവസരം ലഭിച്ചത് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തോടുള്ള മണിപ്പൂർ ജനതയുടെ അമർഷമായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ നോട്ട് പിൻവലിക്കൽ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾക്കിടയിൽ ജനങ്ങൾ വിലക്കെടുക്കാത്തതും BJPയുടെ വിജയത്തിന് കാരണമായി. മനുശങ്കർ, ദില്ലി. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ ചിന്താഗതിക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലോകത്ത് വലതുപക്ഷ ധ്രുവീകരണമാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ്. കോർപ്പറേറ്റുകളുടെ താൽപര്യം മാത്രമാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തൃക്കരിപ്പൂർ എടച്ചാക്കയിൽ CPIM ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. അമേരിക്കയിൽ ട്രംപും ഇന്ത്യയിൽ നരേന്ദ്രമോദിയും കൂടി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ, ലോകത്തെ തന്നെ ഒരു വലതുപക്ഷ ആശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത്. അതിനനുസരിച്ച് സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും നാം നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള തകർച്ചയിലേക്കാണ് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിലെ പ്രതി ഷംസൂൺ കരീംരാജയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കളക്ടറേറ്റിലും കോട്ടമുക്കിലെ മൊബൈൽ കടയിലും എത്തിച്ചാണ് തെളിവെടുത്തത്. ബോംബ് സ്ഥാപിച്ച രീതിയെക്കുറിച്ച് കരീംരാജ പോലീസിന് വിശദീകരിച്ചു. മൈസൂരും കൊല്ലത്തും വീണ്ടും ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും കരീംരാജ മൊഴി നൽകി. കൊല്ലം ACP ജോർജ് കോശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷംസൂൺ കരീംരാജയുമായി തെളിവെടുപ്പിനെത്തിയത്. ബോംബ് സ്ഥാപിച്ച കളക്ടറേറ്റിലെ തൊഴിൽ വകുപ്പിന്റെ ജീപ്പും വെച്ച സ്ഥലവും കരീംരാജ തന്നെ കാണിച്ചു കൊടുത്തു. തെങ്കാശി ബസ്സിൽ എത്തിയ കരീംരാജ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചായിരുന്നു കളക്ടറേറ്റിലെത്തിയത്. 10 മണിയോടെ എത്തിയ കരീംരാജ ജീപ്പിൽ ബോംബ് വെച്ച് ടൈമർ സെറ്റ് ചെയ്ത ശേഷം തിരികെ പോവുകയായിരുന്നു. ഒന്നാം പ്രതിയായ അബ്ബാസ് അലിയുടെ നിർദ്ദേശപ്രകാരമാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെ ജീപ്പിൽ ബോംബ് സ്ഥാപിച്ചതെന്ന് കരീംരാജ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ബോംബ് കേസിന്റെ അന്വേഷണത്തിന്റെ രണ്ടാമത്തെ പ്രതി കരീംരാജയാണ്. നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബോംബ് പ്ലാൻ ചെയ്തെന്നാണ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ, രണ്ടാം പ്രതി ഷംസൂൺ കരീംരാജയെ ഇന്ന് തെളിവെടുപ്പിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മേപ്പിടിയാൻ അന്ന് ചെയ്ത പ്രവൃത്തികൾ ഞങ്ങളോട് പറഞ്ഞ രീതിയിൽ തന്നെ ഇന്നിവിടെ പറയുകയും കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിൽ അന്നുണ്ടായിരുന്ന വെഹിക്കിൾ പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ട് വെരിഫിക്കേഷനാണ് ഇപ്പോൾ നടത്തിയത്. ഇനി റീചാർജ് ചെയ്തൊരു സ്ഥലമുണ്ട് കോട്ടമുക്കിൽ, ആ പ്ലേസിലൂടെ പോയി അതുകൂടെ പൂർത്തിയാക്കുമ്പോൾ ഈ പുള്ളിയുടെ ആ ഇൻവോൾവ്മെൻറ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻവോൾവ്മെൻറ്റും നമുക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട്.
ബോംബ് സ്ഥാപിച്ച ശേഷം മറ്റൊരു ഓട്ടോയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ പോയ കരീംരാജ തെങ്കാശി ബസ്സിൽ തന്നെ തിരികെ പോവുകയായിരുന്നു. പിന്നീട് ഒരു തവണ കൂടി കൊല്ലത്തെത്തിയ കരീംരാജ കോട്ടമുക്കിലെ മൊബൈൽ കടയിൽ നിന്ന് റീചാർജ് ചെയ്ത ശേഷമാണ് തിരികെ പോയത്. മറ്റു പ്രതികളാരും കൊല്ലത്ത് എത്തിയിരുന്നില്ല. ഫെബ്രുവരി 9-ന് മറ്റൊരു സ്ഫോടനത്തിനും ലക്ഷ്യമിട്ടിരുന്നതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. അതേസമയം പ്രതികളെ ചെന്നൈയിലും മധുരയിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചാലക്കുടി മണ്ഡലത്തിലെ MP ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നസെന്റ് MP-യാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. മികച്ച നിർദ്ദേശങ്ങൾക്ക് MP പുരസ്കാരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന 2017-18 സാമ്പത്തിക വർഷത്തെ MP ഫണ്ട് വിനിയോഗം സംബന്ധിച്ചാണ് ഇന്നസെന്റ് MP പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചത്. പ്രാദേശിക ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ചാലക്കുടി മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഉതകുന്ന മാതൃകാപരമായ പദ്ധതികളാണ് നിർദ്ദേശിക്കേണ്ടത്. 5 കോടി രൂപയാണ് MP ഫണ്ടായി ഒരു വർഷം ലഭിക്കുക. ഇതിൽ നിന്ന് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസന പദ്ധതികൾക്ക് ശേഷമുള്ള 3.75 കോടിയാണ് പൊതുവികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുക. മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി പദ്ധതികളാണ് ഇതിനോടകം തന്നെ ഇന്നസെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. 5 താലൂക്ക് ആശുപത്രികളിൽ മാമോഗ്രാം യൂണിറ്റുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, സ്കൂളുകളിൽ ഗോ സ്മാർട്ട് സ്കൂൾ പദ്ധതി, സുരക്ഷിതയാത്ര, സുന്ദരയാത്ര പദ്ധതി, പിന്നോക്ക ആദിവാസി, ദളിത് മേഖലകളിൽ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കി. സംസ്ഥാനത്ത് ആദ്യമായി MP ഫണ്ടിന് സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കിയതും ഇന്നസെന്റാണ്. ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് MP ഫണ്ട് വിനിയോഗത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഈ മാസം 31-നകം ലഭിക്കണമെന്നും മികച്ച നിർദ്ദേശങ്ങൾക്ക് പുരസ്കാരം നൽകുമെന്നും MP അറിയിച്ചു. പിന്നിട്ട 3 വർഷങ്ങളിലെ MP ഫണ്ട് വിനിയോഗത്തിലൂടെ ജനശ്രദ്ധയാകർഷിച്ച ഇന്നസെന്റ് വികസന രംഗത്ത് പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നതിന് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുടിവെള്ളം കിട്ടാക്കനിയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനൻ നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് ഇവർ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ? ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാള് ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കള് പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ, കുളിക്കണമെങ്കിലാ, ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി. ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. സദാചാര ഗുണ്ടായിസത്തിനെതിരെ ഇരുപ്പ് സമരം പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ. സദാചാരത്തിന്റെ പേരിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ ഒരുങ്ങുന്നവരോട് പയ്യാമ്പലം പാർക്കിൽ ഒരുമിച്ചിരുന്ന് പാട്ടുപാടിയും നാടകം അവതരിപ്പിച്ചും ആൺപെൺ ബന്ധങ്ങളുടെ മഹത്വം വിളിച്ചോതിയും അവതരിപ്പിച്ച സമരമാർഗം ഏറെ ശ്രദ്ധേയമായി. സദാചാര ഗുണ്ടായിസത്തിനെതിരെ പയ്യാമ്പലം ബീച്ചിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഇരുപ്പ് സമരം ശിവസേനയടക്കം സദാചാരത്തെ ഗുണ്ടായിസത്തിനും വർഗീയതയ്ക്കുമായി ദുരുപയോഗം ചെയ്യുന്ന സംഘടനകൾക്കുള്ള താക്കീതും ഒപ്പം ബോധവൽക്കരണവുമായിരുന്നു. പെണ്ണിനൊരാങ്ങളയാകയില്ലേ, ആണിനു പെങ്ങളുണ്ടാകയില്ലേ, മുട്ടിയിരിക്കുമ്പം പൊട്ടിത്തെറിക്കുന്ന അഗ്നിഗോളപ്പടപ്പല്ല ഞങ്ങൾ, മുട്ടിയിരിക്കുമ്പം പൊട്ടിത്തെറിക്കുന്ന അഗ്നിഗോളപ്പടപ്പല്ല ഞങ്ങൾ. സൗഹൃദം, സ്നേഹം, പ്രണയം എന്നിവയെല്ലാം സദാചാര വിരുദ്ധമായി ചിത്രീകരിച്ച് നിയമം കയ്യിലെടുക്കുന്നവർക്കുള്ള മറുപടി കൂടിയായി ഇത്. സാഹിത്യകാരി ഖദീജ മുന്താസ് ഇരുപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും, സ്ത്രീക്കും പുരുഷനും തമ്മിൽ എന്തെല്ലാം തരത്തിലുള്ള ബന്ധങ്ങൾ സാധ്യമാണ്. സുഹൃത്തുക്കളാവാം, ഒരുമിച്ച് ഗവേഷണം നടത്തുന്നവരാവാം, അവര് സഹോദരി സഹോദര ബന്ധമുള്ളവരായിരിക്കാം. തികച്ചും സർഗാത്മകതയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടികടത്തിയിട്ടുള്ള വെറും ഒരു മൃഗതുല്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഇന്ത്യയിലെ മനുഷ്യരെ മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ
അത് വെറുമൊരു ദുസ്വപ്നമാണ്. ശിവനും പാർവതിയും പ്രണയിച്ചു നടക്കുന്ന കടൽ തീരത്തേക്ക് സദാചാര ഗുണ്ടകൾ എത്തുമ്പോൾ ശിവന്റെ പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ പ്രതികരണങ്ങളായി മാറുന്നു. ഒരു കാരണവശാലും 50 വാര അടുത്ത് നിൽക്കാൻ പറ്റും. 50 വാര അകരയിക്കും. അത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി. ഇല്ലെങ്കിൽ ഈ കുപ്പായം നമ്മൾ അയച്ചു തരും. നമ്മൊരു കാര്യം പറയാം, നമ്മ ജീവിക്കുന്ന കേരളത്തിലാണ്. നമ്മ ആണും പെണ്ണും ഒന്ന് ചിരിക്കുകയും ചെയ്യും, ഭക്ഷണം കഴിക്കുകയും ചെയ്യും, ഒന്നിച്ചിവിടെ ഇരിക്കുമ്പോഴാണ് ഒന്നിച്ചിരുന്ന് പാട്ടും. ഡിവൈഎഫ്ഐ നേതാക്കൾ ബിജു കണ്ടക്കൈ, PP ദിവ്യ, VK സനോജ്, M ഷാജിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സിയാലിനെ മാതൃകയാക്കി പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ വൻ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മാണം പൂർത്തിയായ 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ വിമാനത്താവളം 6 മാസത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ സിയാൽ സർക്കാരിന് ഊർജ്ജം പകരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ലാഭം സ്വകാര്യവൽക്കരിക്കുകയും നഷ്ടം സാമൂഹ്യവൽക്കരിക്കുകയും ചെയ്യുന്ന പതിവ് രീതിക്ക് വിരുദ്ധമാണ് സിയാൽ മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജയിച്ചതിലൂടെ പുതിയ രംഗത്തേക്ക് കടക്കാൻ നമുക്ക് ഊർജം ലഭിച്ചിരിക്കും. 6 മാസം കഴിയുമ്പോൾ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതിയ ടെർമിനലിൽ ആദ്യമായെത്തിയ ജെറ്റ് എയർവേസ് വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള 4 വരിപ്പാതയുടെയും മേൽപ്പാലത്തിന്റെയും വിപുലീകരിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. മന്ത്രിമാരായ തോമസ് ഐസക്, മാത്യു ടി തോമസ്, VS സുനിൽകുമാർ, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ പ്രണയം നടിച്ചു പീഡിപ്പിച്ച ശേഷം സ്വകാര്യ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിൽ. മണൽക്കടത്ത് സംഘത്തിലെ അംഗവും കട്ടക്കട സ്വദേശിയുമായ മിഥുനാണ് തമ്പാനൂർ പോലീസിന്റെ പിടിയിലായത്. കൊല്ലം ജില്ലക്കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയെ കാട്ടാക്കട സ്വദേശിയായ മിഥുൻ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. IT കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പ്രണയത്തിലായത്. തുടർന്ന് തമ്പാനൂരിലെ ഒരു ഹോട്ടലിലെത്തിച്ച ശേഷം ശാരീരികമായി ചൂഷണം ചെയ്തു. ദൃശ്യങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ചു. തുടർന്നും വിവിധ ഹോട്ടലുകളിൽ വരണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചെങ്കിലും പെൺകുട്ടി നിരസിച്ചു. ഇതോടെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും പുറത്തുവിടാതിരിക്കാൻ പണം വേണമെന്നും മിഥുൻ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. 4 പവന്റെ സ്വർണ്ണമാല പെൺകുട്ടി മിഥുനെ ഏൽപ്പിച്ചു. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ വൻ തുകയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ തുക നൽകില്ലെന്ന് വന്നതോടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് വഴി പുറത്തുവിടുകയായിരുന്നുവെന്ന് തമ്പാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ DK പൃഥ്വിരാജ് പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനിയെ ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സ് ലിസ്റ്റിൽ കൊണ്ടുവന്ന് വലിയ ഉദ്യോഗസ്ഥനെന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നത്. അടിസ്ഥാനപരമായി കാട്ടാക്കടയിലെ അടിക്കേസിലേക്ക് പ്രതിയാണ്. ഇയാൾ മണലൂറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇയാളുടെ പേരിൽ ഇപ്പോഴും കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകൾ കാട്ടാക്കട പോലീസിലുണ്ട്. സംഭവവുമായി കൂടുതൽ പേർക്ക് ബന്ധമുണ്ടോ എന്ന സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പ്, മലബാർ ഗ്രൂപ്പ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങളാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. പോയ വർഷത്തെ മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. റിറ്റെയിലർ ഓഫ് ദ ഇയർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി. കേരള റിറ്റെയിലർ ബ്രാൻഡ് പുരസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ലഭിച്ചത്. ധനം റീറ്റെയിൽ സമ്മിറ്റ് ആൻഡ് അവാർഡ് നൈറ്റ് 2017 ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വരും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുമെന്ന് ധനം പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാനും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന് വളരെയധികം നല്ല റെസ്പോൺസാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. വിവിധ വിഭാഗങ്ങളിലായി ബിഗ് ബസാർ, കല്യാൺ സിൽക്സ്, QRS റീറ്റെയിൽ ലിമിറ്റഡ്,
ഡെയിലി ഫിഷ്, കൂട്ടുകാരൻ ഗ്രൂപ്പ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാക്സ് എന്നീ കമ്പനികളാണ് മറ്റ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ദിനേശ് ഫുഡ്സിന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രം കണ്ണൂരിലെ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണപുരം ചെറുകുന്നത്തറയിലെ മുൻസ്ഫിൻ ബേക്കറിയിൽ പ്രവർത്തനം ആരംഭിച്ച ദിനേശ് ഫുഡ്സ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA TV രാജേഷ് നിർവഹിച്ചു. തേങ്ങാപ്പാലിൽ നിർമ്മിച്ച ഹെയർ ക്രീം, ദിനേശ് വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള ദിനേശ് ഫുഡ്സ് കേന്ദ്ര സംഘം ഡയറക്ടർ സി പള്ളിയത്ത് ശ്രീധരൻ, ചെയർമാൻ പി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനമായ ഇസാഫിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 25 നിർധനരായ സംഘാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പദ്ധതിക്കും പഠന സ്കോളർഷിപ്പിനും വാർഷിക ആഘോഷത്തിൽ തുടക്കം കുറിച്ചു. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഈ മാസം 17-ന് നടക്കുമെന്ന് ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പോൾ തോമസ് അറിയിച്ചു. ആദ്യ വർഷത്തിൽ 85 ശാഖകളും 300-ലേറെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമാണ് സ്ഥാപിക്കുന്നത്.